ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു നല്ലൊരു മസാലക്കറി ഉണ്ടാക്കാൻ പോവാണേ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മസാലക്കറിയാണിത്. എന്താ വെച്ചാൽ അത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. ചക്ക കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിലൊക്കെ പുഴുക്കോ അവിയലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇത് നല്ല അധികം മൂക്കാത്ത ചക്കയാണ്, വിളയാത്ത ചക്ക ആയതുകൊണ്ട് ഇത് കറി ഉണ്ടാക്കാം, മസാലക്കറിയൊക്കെ ചേർത്തുണ്ടാക്കാൻ നല്ലതാണ്. ഇത് നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും കേട്ടോ. നല്ല ബീഫ് കറി മാതിരിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ ചക്ക പീസുകൾ നല്ലതുമാതിരി കഴുകി എടുത്തതാണ് കേട്ടോ. അത് ഈ സൈസിൽ കട്ട് ചെയ്തെടുക്കണം ചക്ക. എന്നിട്ട് ഇതിന് നമുക്കിതൊന്ന് പറയാം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചക്കയുടെ പീസസ് എടുത്ത് ഇടുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് ഇനി ഇതൊന്ന് വേവിക്കുക. ഒറ്റ വിസിലൊക്കെ വേവിച്ചെടുക്കണം കേട്ടോ. ചക്ക പെട്ടെന്ന് വേവും. അത് ഇളം ചക്കൻ്റെ വെളുപ്പം വേവും. അതുകൊണ്ട് എളുപ്പത്തിൽ ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. നല്ലതുമാതിരി വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ വേവിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാമേ. ചക്ക മാത്രം എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. വേവിച്ച ചക്ക മാറ്റിയെടുത്തു. ഇനി ഇത് വേവിച്ച വെള്ളമാണ് കേട്ടോ. ചക്ക വേവിച്ച വെള്ളമാണ്. ഇത് കളയണ്ട കേട്ടോ. ഇനി നമുക്കിത് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത്, ഒരു ചീനച്ചട്ടിയിൽ ഞാൻ അല്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച ചക്കയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാണ്. നമ്മൾ ഈ പന്നീർക്കറിക്കൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കും. നമുക്ക് ചെറുതായിട്ടൊന്ന് ഫുള്ളായിട്ട് റോസ്റ്റ് ആക്കണ്ട, എങ്കിൽ ചെറുതായിട്ടൊന്ന് എണ്ണയ്ക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കുക. മാറ്റിയെടുത്തിട്ട് അടുത്തതും കൂടി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ ഇടാം കേട്ടോ. ഇത് മാറ്റി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, ആ ചീനച്ചട്ടി തന്നെ ആ എണ്ണയിൽ തന്നെ ചക്ക റോസ്റ്റ് ചെയ്ത എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാം കേട്ടോ. ആദ്യം ഒരു വലിയ ഏലക്ക, പിന്നെ നമ്മൾ സാധാരണ ചെറിയ ഏലക്ക ഒന്ന് പൊട്ടിച്ചിടുക കേട്ടോ. പിന്നെ 2 ഗ്രാമ്പു ചേർക്കുന്നുണ്ട്. ഒരു ഡാൽച്ചീനി, പിന്നെ ഒരു ഈ ഇതില്ല വഴനയില, അത് ചേർക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി അരിഞ്ഞൊന്ന് ചേർക്കാം കേട്ടോ. സവാള അരിഞ്ഞ് ചേർക്കാമേ. സവാള ഒരു 10 സവാള മതി കേട്ടോ. സവാള എണ്ണ നിങ്ങൾക്ക് അരിഞ്ഞത് ചേർക്കാം. പിന്നെ അല്പം ഇഞ്ചി ചെറിയ പീസാക്കി അരിഞ്ഞാണ് കേട്ടോ. ഒത്തിരി ചെറുതാക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതാക്കിയിട്ട് അരിയുക. എന്നിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി അതും കൂടി ചേർക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഉള്ളി വഴഞ്ഞു വന്നിട്ടുണ്ട്, ആവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ കണ്ടിട്ട് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക്. ടൊമാറ്റോയും ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറുന്നവരൊന്ന് വഴറ്റുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് തല്ലി ചേർത്തതാണ്, അതും ചേർക്കാം. പിന്നെ ഒരു ഗരം മസാലയും കൂടി ചേർക്കണേ.
ഗരം മസാല ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് മീറ്റ് മസാല ഇഷ്ടമാണെങ്കിൽ ഏത് സ്മെല്ല് വേണമെന്ന് വെച്ചാൽ അത് ചേർക്കുക. ഗരം മസാലയ്ക്ക് പകരം ബീഫ് കറി ഉണ്ടാക്കുന്ന മസാല ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ സാധാരണ ഗരം മസാല ചേർത്തിരിക്കുന്നു കേട്ടോ. അതൊന്ന് വഴിച്ച് ചൂടാക്കി ഒന്ന് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കട്ടെ. ഈ മസാല തണുത്തിട്ടുണ്ട്, ശകലം തണുത്തു. ഇനി നമുക്കിത് വീണ്ടും ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിത് പ്രഷർ കുക്കറിലേക്ക് മാറ്റുവാണേ. മാറ്റിയിട്ട് ഞങ്ങൾ ചക്ക വേവിച്ച് വെച്ച വെള്ളം ബാക്കി വെച്ചിട്ടില്ലായിരുന്നു, അതൊന്ന് കുറച്ച് ചേർക്കുന്നുണ്ട്, പകുതി ചേർക്കുന്നുണ്ട് കുറച്ച്. ഇതൊന്ന് ഒരു വിസിലടിച്ച് എടുക്കാം. നല്ലമാതിരി അതേ വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലേവറെല്ലാം നല്ലമാതിരി ഇറങ്ങിയിട്ടുണ്ട്, മസാലയുടെ ഫ്ലേവറൊക്കെ. അതിനെ ഒന്ന് വേവിക്കുന്നത്, കുക്കറിനകത്ത് വേവിക്കുന്നത് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ചേർക്കാനേ. ചേർത്തിട്ടില്ല, നല്ലതായി മിക്സ് ചെയ്യാം. വേവിച്ച വെള്ളം അല്പം നമ്മൾ ബാക്കി വെച്ചിരുന്നല്ലോ, അതുകൂടി അതിനകത്ത് ആഡ് ചെയ്യാം. ഇനി ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് എരിയൊക്കെ കറക്റ്റാണോ, നിങ്ങൾ കറക്റ്റാണോ നോക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് എനിക്ക് കുറവായിട്ട് തോന്നുന്നു, അപ്പോൾ ഞാനല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഈ മസാല എല്ലാം കൂടി ചക്കയിൽ നല്ലോണം പിടിക്കും കേട്ടോ. സോ നല്ല ടേസ്റ്റ്. ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയല്ല ചക്കയുടെ മസാലക്കറി നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. ഇത് ശരിക്കുള്ള രീതി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടും. പ്രഷർ കുക്കറിൽ നിന്ന് ഞാനത് മാറ്റി കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടത്, നല്ല ഫ്ലേവറാണ്. ഇനി നമുക്ക് ഇച്ചിരി കസൂറി മേത്തിയും കൂടി ചേർക്കാം കേട്ടോ. നല്ലതാണ്, നല്ല ഫ്ലേവർ കിട്ടും. ഏത് നമ്മുടെ മസാലക്കറിക്കൊക്കെ ഫ്ലേവർ കിട്ടണമെങ്കിൽ കസൂറി മേത്തി ചേർക്കുന്നത് നല്ല രുചിയാണ്. ഒന്ന് തിളക്കട്ടെ, അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഒരു ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ അവസാനം ഒന്ന് ഈ മല്ലിയിലയും കൂടി ചേർത്തേക്കാം കേട്ടോ. ഓപ്ഷണലാണത്, നിർബന്ധമില്ല. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ ചേർക്കുവാണേ. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ഈ ചക്ക കറി, മസാലക്കറി തയ്യാറായിട്ടുണ്ട്. ഒത്തിരി ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയുള്ളതാണ്. സത്യം പറഞ്ഞാൽ ബീഫ് കറിയേക്കാളും നല്ല ടേസ്റ്റാണത്. അതേ സ്മെല്ലും അതേ ഫ്ലേവേഴ്സ് അതേ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യണേ. ഓക്കെ, നല്ല സൂപ്പറായിട്ടോ അത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.